Hello friends, welcome back to a new video. ഞാൻ എത്തിയിട്ടുള്ളത് നമുക്കറിയാം RRBJയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു, എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതിലേക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു ആഡ് ഓൺ എന്ന രീതിയിൽ നമ്മൾ യൂട്യൂബ്സിൽ റെഗുലർ ആയിട്ട് വീഡിയോസ് യൂട്യൂബിലേക്ക് നമുക്ക് എന്താണ് ഒരു ആഡ് ഓൺ ആയിട്ട് ജസ്റ്റ് ടോപ്പിക്സിനെ ബേസ് ചെയ്ത് ടെക്നിക്കൽ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ എന്ന രീതിയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കലും അതേപോലെ സിവിൽ സ്റ്റുഡൻസിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് വേണ്ട ടോപ്പിക്സ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടോപ്പിക് നമുക്കറിയാം ഏതാണ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് അല്ലേ. നമുക്ക് RRBJയുടെ ഒക്കെ നമുക്ക് എന്താണ് റെഗുലർ ബാച്ചുകളും അതേപോലെ വീക്കെൻഡ് ബാച്ചുകളും ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം RRBJയുടെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, നോൺ ടെക്നിക്കൽ പോർഷൻസ് ആണ്. സെക്കൻഡ് സ്റ്റേജിലാണ് നമുക്ക് എന്ത് വരുന്നത്, ടെക്നിക്കൽ പോർഷൻസ് ആണ്. എന്ന് വെച്ച് ടെക്നിക്കൽ പോർഷൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ഇപ്പോഴേ എന്ത് ചെയ്യാം, പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം ടെക്നിക്കൽ പോർഷൻസ് കൂടി ഇതിനൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് സ്റ്റേജ് വേക്കൻസി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ടാവില്ല, ടൈം പീരീഡ് തീരെ കിട്ടില്ല. പഠിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിലബസ് കവർ ചെയ്യാൻ ടൈം കിട്ടില്ല. സോ അതെന്ത് ചെയ്യണം, മാക്സിമം നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം പഠിച്ചു തുടങ്ങും കേട്ടോ. നമ്മുടെ റെഗുലർ നോൺ ടെക്നിക്കൽ സബ്ജക്ട് അതായത് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ഒക്കെ ഉണ്ട്, GK അതേപോലെ GS ഉണ്ട്. ആ ടോപ്പിക്കിന്റെ കൂടെ തന്നെ നമ്മൾ ഒന്നും കൂടി പഠിച്ചു തുടങ്ങുക, നമ്മുടെ ടെക്നിക്കൽ സബ്ജക്ട് കൂടി പഠിച്ചു തുടങ്ങാം. സോ മെക്കാനിക്കൽ ആയിരിക്കും സിവിൽ സ്റ്റുഡൻസിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നിക്കൽ ഏത് എക്സാംസ് എടുത്താലും ഇപ്പോൾ കേരള PSC ആയിക്കോട്ടെ, SSC JEE ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ഈവൻ ഗേറ്റ് എക്സാംസ് ആയിക്കോട്ടെ, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്സിമം 2 to 8 ക്വസ്റ്റ്യൻസ് വരെ, 2 മുതൽ 8 ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 10 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെഷീനറി. അപ്പോൾ ആ ഒരു ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും റെഗുലർ ആയിട്ട് നമുക്ക് ഓരോ സബ്ജക്ട് നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ വീഡിയോസിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആപ്പിൽ, നമ്മുടെ ഒരു ക്ലാസ് നോട്ട്സ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ഒരു ഫ്രീ വീഡിയോസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ യൂട്യൂബ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കംപ്ലീറ്റ് വീഡിയോസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് ആണ് അല്ലെ. അപ്പൊ ഫ്ലൂയിഡ് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. എന്താണ്, കേരള PSC സ്ഥിരമായിട്ട് ഫ്ലൂയിഡ് നമ്മുടെ സബ്ജക്ട് ആണെന്ന് പറഞ്ഞാൽ കേരള PSCയിലെ ഇന്റർവ്യൂസിനൊക്കെ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഫ്ലൂയിഡ് എന്ന് ചോദിക്കും. എന്താ മക്കളെ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ? ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. എന്താണ്, സബ്സ്റ്റൻസ് വിച്ച് ഈസ് കേപ്പബിൾ ടു ഫ്ലോ വിച്ച് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ് ബട്ട് കൺഫേംസ് ടു ദ ഷേപ്പ് ഓഫ് വെസൽ. എന്താണ്, ഒരു ഫ്ലോ പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും. അതിനെന്തുണ്ടാവില്ല, ഷേപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഏത് കണ്ടെയ്നർ ആണോ നമ്മൾ എടുക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പിലേക്ക് അത് മാറുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഫ്ലൂയിഡ്സിൽ എന്തൊക്കെ പറയാം? ഫ്ലൂയിഡ്സിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ്, ലിക്വിഡ്സും പറയാം അതേപോലെ ഗ്യാസസും പറയാം. പക്ഷെ ഇവിടുത്തെ കേസിൽ നിങ്ങളൊന്ന് നോക്കിയേ, ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ഫ്ലൂയിഡിന് ചോദിച്ചാൽ ഇങ്ങനത്തെ ഒരു ഡെഫിനിഷൻ ആണോ നമ്മൾ പറയേണ്ടത്? ഒരിക്കലും പറയരുത് കേട്ടോ. ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിനോട് ഫ്ലൂയിഡ് എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പാടില്ല. ഈ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ +2 ലെവൽ വെച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ സ്റ്റുഡൻസിനോട് നമ്മൾ എന്താണ് ഫ്ലൂയിഡ് എന്ന് ചോദിച്ചാൽ പറയേണ്ട ഡെഫിനിഷൻ ഇതാണ്. എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി ഡീഫോം, അതിന്റെ ഷേപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് സമയത്ത്? ഒരു എക്സ്റ്റേണൽ ടാൻജൻഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഷിയർ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത്. എക്സ്റ്റേണൽ പ്രത്യേകം കേൾക്കണം, എക്സ്റ്റേണൽ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ എന്ത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, അതിന്റെ ഷേപ്പ് കണ്ടിന്യൂസ്ലി ഡീഫോം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സബ്സ്റ്റൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആ സബ്സ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്ലൂയിഡ്. ഓക്കെ ആണ്, ജസ്റ്റ് ഒരു ഡെഫിനേഷൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് എക്സാംസിനൊന്നും ചോദിക്കില്ല. പക്ഷേ ഇന്റർവ്യൂ സെക്ഷൻസ് കേരള PSC ഒക്കെ ഇന്റർവ്യൂ വരികയാണെങ്കിൽ നിങ്ങളോട് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടേം കേട്ടിട്ടുണ്ടാവും. അതിൽ ഒരു ടേം നിങ്ങളുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഷിയർ സ്ട്രെസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താ മക്കളെ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാല്? ഷിയർ സ്ട്രെസ് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിലേക്ക് പോകണം. മെക്കാനിക്കൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും ഈ രണ്ട് ടോപ്പിക് എന്തായാലും പഠിച്ചിട്ട് നമ്മൾ ബിടെക് പാസ് ഔട്ട് ആവുള്ളൂ. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അല്ലെ. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം. ആ ഷിയർ സ്ട്രെസ് എന്താണെന്ന് നോക്കിയേ. ഷിയർ സ്ട്രെസ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോളിഡ് ബോഡിയിലാണ് ഫ്ലൂയിഡിലേക്ക്
ബോഡിയിലേക്ക് വന്നിട്ടില്ല. ഒരു സോളിഡ് ബോഡിയിൽ എന്താണ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞ ശേഷം നമുക്ക് എന്തിലേക്ക് വരാം, ഫ്ലൂയിഡിലേക്ക് വരാം. ആ അനിമേറ്റഡ് ഫിഗർ നോക്കിയേ മക്കളെ, ആ അനിമേറ്റഡ് ഫിഗർ നോക്കിയേ. ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നോർമൽ അല്ലെ, ഒരു ആ യെല്ലോ കളറുള്ള ബോഡി ഉണ്ട്, അതിന്റെ മുകൾ ഭാഗത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ആ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ സ്ട്രെസ് എന്ന് വിളിക്കും, നോർമൽ സ്ട്രെസ്. അറ്റ് ദ സെയിം ടൈം അതിന്റെ ലോവർ സർഫസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകൾ ഭാഗത്ത് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് അല്ലെ, അതിന്റെ സർഫസിന് പാരലൽ ആയിട്ടാണ് ഒരു ഫോഴ്സ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നടക്കുന്ന ഡീഫോർമേഷൻ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. നമ്മുടെ ആ ഫിഗർ നോക്കി, അതിന്റെ ഒന്ന് സ്ലൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ലോവർ സർഫസ് ഫിക്സ്ഡ് ആണ്, ടോപ്പ് സർഫസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട്, ഒന്ന് തെന്നി നീങ്ങുന്ന ഒരു ഫിനോമിനയാണ് വരുന്നത്. അപ്പൊ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ആ സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷിയർ സ്ട്രെസ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ടോ ആണ് കേട്ടോ. ടോ എന്ന് പറയുന്ന ലെറ്റർ ആണ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അവിടുത്തെ സ്ട്രെസ്സിന്റെ ഇക്വേഷനിലോ കാര്യങ്ങൾക്കോ ഡയമെൻഷൻസിലോ ഒന്നും യാതൊരു ചേഞ്ച് ഉണ്ടാവില്ല. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അത് ഷിയർ സ്ട്രെസ് ആണെങ്കിലും നോർമൽ സ്ട്രെസ് ആണെങ്കിലും ടാൻജൻഷ്യൽ ആണെങ്കിലും കംപ്രഷൻ ആണെങ്കിലും ടെൻസൈൽ ആണെങ്കിലും എന്ത് സ്ട്രെസ് പറയുകയാണെങ്കിലും ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ. യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയും. ഓക്കെ ആണല്ലോ. പക്ഷെ അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, കംപ്രഷൻ ആണോ, ടെൻസൈൽ ആണോ, ടാൻജൻഷ്യൽ ആണോ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്ട്രെസ്സുകൾ പറയുന്നത്. അപ്പൊ ഷിയർ സ്ട്രെസ് ഓക്കെ ആണല്ലോ. ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു ടാൻജൻഷ്യൽ അല്ലെങ്കിൽ അതിന്റെ ടോപ്പ് സർഫസിൽ ഒരു ലോവർ റീജിയൻ ഫിക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ ടോപ്പ് റീജിയൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോഡി ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ചെയ്യുന്നുണ്ട്. ആ ടൈപ്പ് ഓഫ് സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ നേരെ ഫ്ലൂയിഡിന്റെ കേസ് ഒന്ന് നോക്കിയേ. ആ ഫ്ലൂയിഡ്, ആ ഫസ്റ്റ് ഫിഗർ ഒന്ന് നോക്കിയേ. ഫ്ലൂയിഡ് അല്ലെ, നമുക്കൊരു റെക്ടാംഗുലർ ബോഡി, ഒരു പീസ് ഓഫ് ഫ്ലൂയിഡ് ആണ് നമ്മൾ അസ്യൂം ചെയ്തു. അതിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടി ഈസ് ഈക്വൽ ടു ഒരു 5 സെക്കൻഡ് എടുത്തോ. ടൈം ഒരു 5 സെക്കൻഡ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫിഗർ ആണ് ഫസ്റ്റ് ഫിഗർ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത്. ആ ഫസ്റ്റ് ഫിഗർ ഒന്ന് നോക്കിയേ. ആ ഫ്ലൂയിഡിന്റെ ഫ്ലോ കാരണം അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ്, ടെൻസൈൽ ഫോഴ്സ് കാരണം ഫ്ലൂയിഡിന്റെ ഷേപ്പ് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ഡീഫോം ചെയ്തിട്ടുണ്ടല്ലോ. ഒരു സോളിഡ് ബോഡി ആണെങ്കിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ ഒരൊറ്റ ഡീഫോർമേഷൻ അല്ല സംഭവിക്കൂ. പക്ഷെ നമ്മുടെ ഫ്ലൂയിഡിന്റെ കേസ് നോക്കിയേ, ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, ചെറിയൊരു ഡീഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. തൊട്ടടുത്തൊരു സെക്കൻഡ്, ഞാനിപ്പോ ടി ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് എടുത്തു, 10 സെക്കൻഡ് ആയിട്ട് എടുത്തു. ആദ്യത്തെ 5 സെക്കൻഡ് ആണ് ഇപ്പൊ T2, അല്ലെങ്കിൽ അടുത്തൊരു 10 സെക്കൻഡ് കഴിഞ്ഞ സമയത്ത് ഞാൻ ആ മെറ്റീരിയൽ, എലിമെന്റ് അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിനെ നോക്കുന്ന സമയത്ത്, നിങ്ങൾ ആ ഫ്ലൂയിഡ് സബ്സ്റ്റൻസിനെ നോക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ഡീഫോർമേഷൻ നോക്കിയാൽ നിങ്ങൾ അടുത്ത ഫിഗർ നോക്കി എന്ത് ചെയ്യുന്നുണ്ട്, നല്ലതുപോലെ രണ്ടാമതും എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഷേപ്പിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ T ഈസ് ഈക്വൽ ടു 15 സെക്കൻഡ് എടുത്ത് നോക്കി. 15 സെക്കൻഡ് എടുത്ത് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഷേപ്പ് വീണ്ടും മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടൈം പീരീഡിനനുസരിച്ച് ഒരു സബ്സ്റ്റൻസിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഷേപ്പുകളിൽ ചേഞ്ച് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്ത് കാരണം കൊണ്ട്, നമുക്കൊരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്ത കാരണം. ആ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്, ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. എന്താണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? അപ്പൊ ഫ്ലൂയിഡിൽ രണ്ടെണ്ണം ഉണ്ട്, ഗ്യാസസും വരുന്നുണ്ട്, അതേപോലെ എന്തും വരുന്നുണ്ട്, ലിക്വിഡ്സും വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഫ്ലൂയിഡ് ചോദിച്ചാൽ ഇനി ഒരിക്കലും തെറ്റിക്കരുത്. എന്താണ്, ദ സബ്സ്റ്റൻസ് കണ്ടിന്യൂസ്ലി ഡീഫോം ഇറ്റ്സ് ഷേപ്പ് അണ്ടർ ദ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ അണ്ടർ ദ ആപ്ലിക്കേഷൻ ഓഫ് എന്തായിരിക്കും, ടാൻജൻഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് സമയത്ത് ഒരു സബ്സ്റ്റൻസിൽ ഉണ്ടാകുന്ന കണ്ടിന്യൂസ് ഡീഫോർമേഷൻ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സബ്സ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന കേസുകൾ തന്നെയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് ഏതൊക്കെ എന്താണ് മക്കളെ, ഡെൻസിറ്റിയുടെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ റോ ആണ്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, മാസ് ബൈ വോളിയം ആണ്. യൂണിറ്റ് എന്താണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഡയമെൻഷൻ അനാലിസിസ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് റാലീസ് മെത്തേഡും പഠിക്കാനുണ്ട്, ബക്കിംഗ്ഹാംസ് പൈ തിയറവും പഠിക്കാനുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തൽക്കാലം ഒരു ബേസിക് ഡയമെൻഷൻ ആയിട്ട് നമുക്ക് എഴുതാം എന്താണ്, ml⁻³ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കേസാണല്ലോ. ഇനി നിങ്ങൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഡെൻസിറ്റീസ് നിങ്ങൾക്ക് എന്തായാലും ബൈഹാർട്ട് ആയിരിക്കണം. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമ്മൾ എത്ര എടുക്കാറ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്, 1000 ആണ് അല്ലെ, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതേപോലെ ഡെൻസിറ്റി ഓഫ് എയർ ആണെങ്കിലോ, ഡെൻസിറ്റി ഓഫ് എയർ നോക്കിയാൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കണേ. ഡെൻസിറ്റി ഓഫ് എയർ നോക്കി എത്ര വരുന്നത്, 1.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് വരുന്നതെങ്കിലും നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അത് എത്രയായിട്ടാണ് എടുക്കാറ്, 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്.
ഓക്കെ ആണല്ലോ. അതേപോലെ ഡെൻസിറ്റി ഓഫ് മെർക്കുറി നമുക്ക് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് മെർക്കുറി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മൈൻഡിൽ വരുന്ന ഒരു വാല്യൂ ആണ് 13.6. 13.6 എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ഇവിടെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ 13,600 ആണ് വരും കേട്ടോ. 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ ആണല്ലോ. ഈ മൂന്നെണ്ണം ഓക്കെ ആയി. ഇപ്പൊ ഡെൻസിറ്റിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. തൊട്ടടുത്തൊരു നോട്ടായിട്ട് എഴുതി വെച്ചോ സൈഡില്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് അല്ലെ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റിക്ക് എന്താ സംഭവിക്കാം? ഇത് പ്രീവിയസ് ഇയർ SSC ജെയിൽ ചോദിച്ചതാണ്, സിവിലുകാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അതും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ലാസ്റ്റിലേക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതൊന്ന് പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോ. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടോ, ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടോ. നോക്കിയേ, ഞാൻ എന്തിട്ടുണ്ട്, ഒരു സിലിണ്ടർ എടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ എന്തിട്ടുണ്ട്, ഒരു പിസ്റ്റൺ പോലത്തെ ഒരു സംഭവം സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ആ പിസ്റ്റൺ എന്താണ്, ഫ്രിക്ഷൻലെസ് സർഫസ് ആണ്. അത് ഈസിലി എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്കും താഴോട്ടേക്കും മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഞാൻ ആ ഒരു ബീക്കറിൽ ഉണ്ടാകുന്ന ആ ഒരു വോളിയം, നിങ്ങൾ നോക്കി ആ ഫിഗർ നോക്കണേ. ഫിഗറിൽ ഉണ്ടാകുന്ന ആ വോളിയം ഞാൻ V ആയിട്ട് എടുത്തു. അതിലുണ്ടായിരിക്കുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസിന്റെ മാസ് എന്ന് പറയുന്നത് ഞാൻ സ്മോൾ ലെറ്റർ M ആയിട്ട് എടുത്തു. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഡെൻസിറ്റി നമുക്കറിയാം എന്താണ്, മാസ് ബൈ വോളിയം ആണ്. ഞാൻ താഴെ നിന്ന് ഹീറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആ ഒരു ബീക്കർ അല്ലെങ്കിൽ ആ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിന്റെ ടെമ്പറേച്ചർ ഞാൻ എന്താക്കാൻ തുടങ്ങി, കൂട്ടാൻ തുടങ്ങി. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കാം, അപ്പൊ ഒരു ലിക്വിഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഗ്യാസ് ആണെങ്കിലും അത് ചെയ്യുന്നുണ്ട്, ഒന്ന് എക്സ്പാൻഡ് ആവുന്നില്ലേ, ഒന്ന് എക്സ്പാൻഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ആ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് മുകളിലുള്ള പിസ്റ്റൺ തന്നെ ഞാൻ പറഞ്ഞു ഈസിലി മൂവബിൾ ആണല്ലേ, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ സർഫസിലാണ് വെച്ചിട്ടുള്ളത്. ആ പിസ്റ്റൺ എന്ത് ചെയ്യും, മുകളിലേക്ക് മൂവ് ചെയ്യും. പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വോളിയത്തിന് എന്താ സംഭവിക്കുക, വോളിയം ഇൻക്രീസ് ചെയ്തു. വോളിയം ഇൻക്രീസ് ചെയ്താണെങ്കിൽ ഡെൻസിറ്റിക്ക് എന്തായിരിക്കും സംഭവിക്കുക, ഡെൻസിറ്റി കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കാം, when temperature increases density decreases. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിക്കോ, when temperature increases density decreases. ഓക്കെ അല്ലേ. തൊട്ടടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതിക്കോ, ഇതേ കാര്യം തന്നെ നമുക്ക് പ്രഷറിന്റെ കേസിൽ നോക്കാം. പ്രഷർ എന്താ സംഭവിക്കാം, ഇതേ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് കൊടുത്തു. എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഇനീഷ്യൽ വോളിയം എത്രയാണ്, മാസ് M ആണ്, വോളിയം V ആണ്. പക്ഷെ പ്രഷർ നമ്മൾ എവിടുന്ന കൊടുക്കാം, മുകളിൽ നിന്ന് താഴോട്ടേക്ക് അല്ലേ. മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഞാൻ ആ ബീക്കറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പിസ്റ്റൺ സിലിണ്ടർ പിസ്റ്റന്റെ മുകളിൽ ഞാൻ പ്രഷർ കൊടുത്തു. എന്താ സംഭവിക്കാം, അതിന്റെ വോളിയം അങ്ങോട്ട് കുറഞ്ഞു. വോളിയം കുറഞ്ഞാൽ എന്താ സംഭവിക്കുക, വോളിയം കുറഞ്ഞാൽ ഡെൻസിറ്റി ഇൻക്രീസസ്. അപ്പൊ 2 പോയിന്റ് ആണ്. when temperature increases density decreases, but when pressure increases density increases. ഓക്കെ ആണല്ലോ. ഇപ്പൊ 2 പോയിന്റുകൾ ഓർത്തിരിക്കുക. ടെമ്പറേച്ചറിനും ഡെൻസിറ്റിക്കും അനുസരിച്ച്, ടെമ്പറേച്ചറിനും പ്രഷറിനും അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഡെൻസിറ്റിയിൽ വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. പക്ഷെ നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ എടുത്തത് ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ഏത് കണ്ടീഷൻ എടുത്താണെങ്കിലും വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാ പറയാറ്, 1000 പറയാറ്. വാട്ടറിന്റെ ഡെൻസിറ്റി എത്ര പറയും, 1000 പറയും. എയറിന്റെ ഡെൻസിറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര പറയാ, 1 പറയാം. അപ്പൊ നമുക്ക് എന്തായിരിക്കും, ഈ ടെമ്പറേച്ചറും പ്രഷറും അവിടെ എഫക്ട് ചെയ്യില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലൂയിഡിനെ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് അല്ലെ, ഡെൻസിറ്റി ഏത് പ്രഷറും ഏത് ടെമ്പറേച്ചറും എടുത്തോട്ടെ ഡെൻസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനത്തെ ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക, പേരോർത്ത് വെച്ചോ, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. സ്ക്രീനിൽ നോക്കണേ നിങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പം എഴുതുന്ന സമയത്ത് റബ്ബ് ചെയ്ത് പോകും കേട്ടോ, നോക്കാം. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഡെൻസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ പ്രഷറിന് നമ്മൾ ഇപ്പൊ പറഞ്ഞ കണ്ടീഷൻ അല്ലെ, പ്രഷറിനും ടെമ്പറേച്ചറിനും അനുസരിച്ച് ഡെൻസിറ്റി വേരി ചെയ്യുന്നുണ്ട്. ആ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കംപ്രസിബിൾ ഫ്ലൂയിഡ്. അപ്പൊ വേറെ ഒരു പേര് കൂടി പഠിച്ചിട്ടുണ്ട്, എന്താണ്, ഫ്ലൂയിഡിനെ നമ്മൾ ഇൻകംപ്രസിബിളും കംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ് ഏത് പ്രഷറും ഏത് കണ്ടീഷനിലും. പക്ഷെ കംപ്രസിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കണ്ടീഷൻ പ്രഷറിനും ടെമ്പറേച്ചറിനും ഒക്കെ അനുസരിച്ച് നമുക്ക് ഡെൻസിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ തൊട്ട് താഴെ വേറൊരു പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോ, ഫോർ ലിക്വിഡ്സ്. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ, നമ്മുടെ ബോർഡിൽ ഒന്ന് ശ്രദ്ധിച്ചേ. ലിക്വിഡ് ഡെൻസിറ്റി ഈസ് നോട്ട് എ സ്ട്രോങ് ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ.
For liquids, density is not a strong function. ലിക്വിഡിന്റെ കേസ് പ്രഷറും ടെമ്പറേച്ചറും ഡെൻസിറ്റിയുടെ എന്തെല്ലാം ഒരു സ്ട്രോങ് ഫംഗ്ഷൻ ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഗ്യാസ് എടുക്കുന്ന സമയത്ത് ടെമ്പറേച്ചറും പ്രഷറും എന്താണ്, ഇറ്റ്സ് എ സ്ട്രോങ് ഫംഗ്ഷൻ ഓഫ് ഡെൻസിറ്റി അല്ലെ. ടെമ്പറേച്ചറും പ്രഷർ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോർ ഗ്യാസസ് കേട്ടോ. 2 പോയിന്റ് കൂടി നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ. നോക്കിയ ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്രോപ്പർട്ടിയാണ് ഡെൻസിറ്റി. പക്ഷെ ഡെൻസിറ്റി മാത്രം പഠിച്ചാൽ പോരാ, മാസ് ബൈ വോളിയം മാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റുകളും നിങ്ങളുടെ മൈൻഡിൽ വരണം ഈ ഡെൻസിറ്റി എന്ന് പറയുന്ന സംഭവം ചോദിക്കുന്ന സമയത്ത്. ഓക്കെ ആണല്ലോ. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ കംപ്രസിബിൾ ഫ്ലൂയിഡും ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡും പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കേരള PSC ആണെങ്കിലും SSCGയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് എഴുതിക്കും മക്കൾ. എന്താ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ്. സ്പെസിഫിക് വെയിറ്റ് നോട്ട് ചെയ്ത് വെച്ചോ. സ്പെസിഫിക് വെയിറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്താണ് വെയിറ്റ് ഡെൻസിറ്റി. സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്നാണ് നമ്മൾ പറയാം. സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ഗാമയാണ്. ഗാമ എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ, വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്. വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് നമുക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? സ്പെസിഫിക് വെയിറ്റ്. അതൊന്ന് സ്റ്റാർ മാർക്ക് ഇട്ട് വെച്ചോ. കുറച്ച് കഴിഞ്ഞാൽ ഈ ഗാമ നമ്മൾ ഒരുപാട് സ്ഥലത്ത്, അതിപ്പോ കാപ്പിലാരിറ്റി ആയിക്കോട്ടെ, നമ്മുടെ ഡാർസീസ് ഫ്രിക്ഷൻ ഫാക്ടർ ആയിക്കോട്ടെ, അതേപോലെ കുറെ ഹൈഗൻ പോയ്സ്ലീസ് ഇക്വേഷൻസ് ആയിക്കോട്ടെ, കുറെ റീജിയൻസിൽ നമ്മൾ ഈ ഒരു ഗാമ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് മൈൻഡിൽ വരണം. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ഗാമ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. വെയിറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? വെയിറ്റിന് നമുക്ക് mg എന്ന് എഴുതാലോ. mg ഡിവൈഡഡ് ബൈ വോളിയം. അങ്ങനെയാണെങ്കിൽ മാസ് ബൈ വോളിയം നമുക്ക് എന്ത് എഴുതാം? ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ റോ ജി അല്ലെ. അപ്പം വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതിക്കോ റോ ഇൻറ്റു ജി. അതിന്റെ യൂണിറ്റ് സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചോ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? mg ആണ്. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ ആണല്ലോ. യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ആ വാല്യൂ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഒന്ന് സ്റ്റാർ മാർക്ക് ഇട്ട് വെച്ച് നമ്മൾ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വരും സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് ഏതൊക്കെയോ എല്ലാവർക്കും അറിയാവുന്നതാണ് സ്പെസിഫിക് വോളിയം. ആ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയാൽ, സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ V ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. വേറെ ഒന്നിൽ എന്താണ്? വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ ഫ്ലൂയിഡ്. വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? സ്പെസിഫിക് വോളിയം എന്ന് പറയും. അതിൽ 1 ബൈ ഡെൻസിറ്റി എന്ന് എഴുതാം, അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആയിരിക്കും വരിക. മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ഓക്കെ ആണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആയിരിക്കും എപ്പോഴും ഗ്രേറ്റർ, ഡെൻസിറ്റി ഓഫ് ഗ്യാസ് എന്തായിരിക്കും? കുറവായിരിക്കും. അതേപോലെ വോളിയം എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? വോളിയം ഓഫ് ഗ്യാസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. വോളിയം ഓഫ് ലിക്വിഡ് എന്തായിരിക്കും? കുറവായിരിക്കും. ഒരു സെയിം ഏരിയ അല്ലെങ്കിൽ സെയിം വോളിയം ഒക്കെ എടുക്കുന്ന സമയത്ത് കേട്ടോ രണ്ടിന്റെ വ്യത്യാസം കൂടുതലാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാർ മാർക്ക് ഇട്ട് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ആ ക്വസ്റ്റ്യൻ ഇതാണ്. എനിക്ക് 2 പൈപ്പ് ലൈൻ ഉണ്ട്. ആ ഫസ്റ്റ് പൈപ്പ് ലൈനിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? D1 ആണ്. ഓക്കെ, ക്യാപിറ്റൽ D1 ആണ് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പൈപ്പ് ലൈൻ ഏതാണ്? D2 ആണ്. ഓക്കെ, D2 എന്ന് പറയുന്ന പൈപ്പ് ലൈൻ ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡയമീറ്റർ ഓഫ് D1 ഈസ് ഓൾവേസ്, ഫിഗർ കാണുന്ന കാരണം D1 ഈസ് ഗ്രേറ്റർ ദാൻ D2 അല്ലെ. ഫസ്റ്റ് ഡയമീറ്റർ ഇതിനേക്കാൾ കൂടുതലാണ്, സെക്കൻഡ് ഡയമീറ്ററിനേക്കാൾ കൂടുതലാണ്. അവരുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഏത് പൈപ്പിലായിരിക്കും നിങ്ങൾക്കാണ് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ലിക്വിഡ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്യാസ് ഉണ്ട്. ഓക്കെ, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഏത് പൈപ്പിലൂടെ ആയിരിക്കും നിങ്ങൾ ലിക്വിഡിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുക, അല്ലെങ്കിൽ ഏത് പൈപ്പ് ലൈനിലൂടെ ആയിരിക്കും ഗ്യാസസിനെ ഓപ്റ്റ് കൊടുക്കുക? ഒന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് വോളിയം ആണ് കൺസിഡർ ചെയ്യേണ്ടത് അല്ലെ. വോളിയം ഓഫ് എന്താണ്? വോളിയം ഓഫ് എന്ത് കൂടുതലാണ്? തൊട്ട് മുകളിൽ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് കൂടുതലാണ്, ഗ്യാസസ് കുറവാണ്. പക്ഷെ വോളിയം ഓഫ് ഗ്യാസ് എന്താണ്? കൂടുതലാണ്. ഇപ്പൊ ക്രോസ് സെക്ഷണൽ ഏരിയ എന്തായിരിക്കണം? കൂടുതൽ വേണം. ഇപ്പൊ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുതലുള്ള ഇതിനാണ് D1. ഇപ്പൊ D1 നമ്മൾ ഏതാ കൊടുക്കുക? ഗ്യാസ് കൊടുക്കും. D2 നമ്മൾ ഏത് കൊടുക്കും? ലിക്വിഡ് കൊടുക്കും അല്ലെ. ഇപ്പൊ D1 നമ്മൾ ഗ്യാസ് ആയിരിക്കും കൊടുക്കുന്നത്, D2 എന്തായിരിക്കും കൊടുക്കുക? ലിക്വിഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഒന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ടോപ്പിക് എടുക്കുന്ന സമയത്തും ഫെമിലറൈസ് ചെയ്യാം. ഇതിലൊക്കെ ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു സെക്ഷൻസിൽ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. ബാക്കിയുള്ള നമുക്ക് ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണല്ലോ സ്പെസിഫിക് വോളിയം.
അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് എഴുതിക്കോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് എന്താ? സ്പെസിഫിക് വോളിയം അല്ലെങ്കിൽ എന്താണ്? സ്പെസിഫിക് വോളിയം കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് എഴുതിക്കോ. ഫോർത്ത് പ്രോപ്പർട്ടി സ്പെസിഫിക് ഗ്രാവിറ്റി. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എസ് ആണ്. ചിലതിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ജിയും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. പൊതുവെ നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ എസ് എന്ന് പറയുന്ന ലെറ്റർ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ ആണല്ലോ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയാ, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയും. സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ ആണല്ലോ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ റിലേറ്റീവ് ഡെൻസിറ്റി. വേറെ ഒന്നുമില്ല, എന്താടാ? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എനി ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എനി ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. വെയിറ്റ് ഡെൻസിറ്റി നമ്മൾ രണ്ടാമത് പഠിച്ച പ്രോപ്പർട്ടി എന്തായിരുന്നു? വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ഇൻടു ജി അല്ലേ? അപ്പോൾ ഡെൻസിറ്റി ഇൻടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ റോ ജി ഓഫ് എനി ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ റോ ജി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അല്ലെ? നമ്മൾ സെയിം പ്ലേസ് ആണ് എടുക്കുന്നതെങ്കിൽ ഗ്രാവിറ്റി കട്ട് ചെയ്ത് പോലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് എനി ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഡെൻസിറ്റി ഓഫ് എനി ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഓക്കെ ആണല്ലോ. തൊട്ടടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതിക്കോ. ഇതൊരു ലിക്വിഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നമുക്ക് എങ്ങനെ പറയാം? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എനി ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ലിക്വിഡ്. സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലിക്വിഡ് ഏതായിരിക്കും? വാട്ടർ ആയിരിക്കും. വാട്ടറിന്റെ ഡെൻസിറ്റി എത്ര? 1000 ആണ്. അതൊരു ഗ്യാസ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ഡെൻസിറ്റി ഓഫ് എനി ഗ്യാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഗ്യാസ് ആയിട്ട് എടുക്കുന്നത് എയർ ആണ്. എയറിന്റെ ഡെൻസിറ്റി നമ്മൾ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ തൊട്ട് താഴെ അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതിക്കോ. പ്രീവിയസ് ഇയർ കേരള PSC സിവിലാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന ഡിവൈസ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ഉത്തരമാണ് എന്ത്? ഹൈഡ്രോമീറ്റർ. എന്താണ്? ഹൈഡ്രോമീറ്റർ. ബോർഡ് നോക്കണേ. ഹൈഡ്രോമീറ്റർ. അപ്പൊ ഡിവൈസ് ചോദിച്ചാൽ എഴുതേണ്ട ഉത്തരമാണ് എന്ത്? ഹൈഡ്രോമീറ്റർ. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചൊക്കെ എന്താണ്? ഒരു ബേസിക് ഏറ്റവും ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ +2 പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതിൽ ഏറ്റവും പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡും ഗ്യാസും ഒക്കെ പഠിക്കുന്ന സമയത്ത്, ഫ്ലൂയിഡൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരുന്നത്. ഇതുവരെ നമ്മൾ എന്താണ് ഒരു എഞ്ചിനീയറിംഗ് ടോപ്പിക്സിലേക്ക് കടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? അപ്പൊ അതിലേക്ക് ആണ് അടുത്ത ടോപ്പിക്കിൽ നമ്മൾ കടക്കുന്നത്. എന്താണ്? വിസ്കോസിറ്റി. സ്റ്റാർ മാർക്കറ്റ് എഴുതി വെച്ചോ. വിസ്കോസിറ്റി അല്ലെ? വിസ്കോസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മ്യൂ ആണ് കേട്ടോ. വിസ്കോസിറ്റി എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും എന്താണ്? വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ് നമ്മൾ വിളിക്കുന്ന പേരാണത് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ.